സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം? ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണിത്. ഒരുപാട് അർത്ഥമുള്ള വരികൾ. ഈ ഭൂമിയിൽ നമ്മുടെ സ്വന്തമായിട്ട് ഒന്നുമില്ലാന്ന് ഓർമ്മിപ്പിക്കുന്ന വലിയ അർത്ഥവത്തായ വരികൾ. വലിയ ചിന്താവിഷയമാണ്. ഇപ്പം ഞാനിത് പറയാൻ കാരണം ഇതുപോലൊരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്ന, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന പല വസ്തുക്കളും പല ജീവജാലങ്ങളും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ല. പുറമേ നിന്ന് എവിടുന്നോ വന്ന് നമ്മുടെ നാട്ടിൽ ആവാസം ഉറപ്പിച്ച് നമ്മുടെ ഇടയിൽ നമ്മളൊരാളായി മാറിയ ആൾക്കാരാണ്. അത്തരം ചില കൗതുകങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ജീവി അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു കടന്ന് മുമ്പൊരിക്കലും ഉണ്ടായിരുന്നിട്ടില്ലാത്ത പുതിയൊരു സ്ഥലത്തെത്തുകയും അവിടെ പെറ്റുപെരുകി പാരിസ്ഥിതികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് അതിനെ ജൈവ അധിനിവേശം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഏതൊരു ജീവിയാണോ മറ്റൊരു പുതിയ ആവാസത്തിൽ ചെല്ലുകയും അവിടെ പെരുകുകയും ചെയ്യുന്നത് അവരെ ജൈവ അധിനിവേശ ജീവജാലം എന്ന് പറയും. ഇന്ത്യയിൽ ഏകദേശം 3500 പരം അധിനിവേശ ജീവജാലങ്ങളുണ്ടെന്നാണ് കണക്ക്. സ്വന്തമെന്ന് നാം ചിന്തിക്കുന്ന നമുക്കേറെ പരിചിതമായ പല ജീവികളും പല സസ്യങ്ങളും മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ജീവിയാണ് ചോണനുറുമ്പ്. യെല്ലോ ക്രേസി ആൻഡ് എന്നാണ് ഇതിന്റെ വിളിപ്പേര്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 267 സ്പീഷീസ് ഉറുമ്പുകളിൽ അധിനിവേശ ഇനങ്ങൾ ധാരാളം. പടിഞ്ഞാറൻ ആഫ്രിക്ക സ്വദേശമായി കരുതുന്ന ചോണനുറുമ്പിനെ ആദ്യമായി കേരളത്തിൽ കണ്ടെത്തിയത് 1980. പേര് സൂചിപ്പിക്കും പോലെ തന്നെ മഞ്ഞ നിറവും വിരളി പിടിച്ച സ്വഭാവക്കാരുമാണിവർ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ക്രിസ്മസ് ദ്വീപിലെ ജൈവ വൈവിധ്യത്തിന് അതിഭീമമായ നാശം വന്നത് ചോണനുറുമ്പ് അധിനിവേശം ചെയ്തതോടുകൂടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഉറുമ്പുകളുടെ കൂട്ടാക്രമണം കാരണം ഈ ദ്വീപിലെ 20 ദശലക്ഷത്തോളം തദ്ദേശീയ ചുവന്ന ഞണ്ടുകൾ അപ്രത്യക്ഷരായി. ഞണ്ടുകൾ ഇല്ലാതായതോടെ കളകൾ വളരുകയും മറ്റ് അധിനിവേശ സസ്യങ്ങൾ ദ്വീപിലെ നിത്യഹരിത വനങ്ങളുടെ ശോഷണത്തിന് കാരണമാവുകയും ചെയ്തു. മറ്റുറുമ്പുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും വലിയ കോളനികൾ ഉണ്ടാക്കി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 10 മടങ്ങ് വർദ്ധിക്കുവാനും ചോണനുറുമ്പിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തെ മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും ഇവയ്ക്ക് സാന്നിധ്യം അറിയിക്കാനുമായി. നമുക്കിടയിൽ സാധാരണയായി കാണപ്പെടുന്ന കടിയനുറുമ്പും നെയ്യുറുമ്പും എല്ലാം അധിനിവേശ ഉറുമ്പുകളാണ്. പസഫിക് മഹാസമുദ്രത്തിലെ ജോൺസൺ അറ്റോൾ എന്ന കൊച്ചു ദ്വീപിലെ കടൽ പക്ഷികളെ വംശനാശത്തിലേക്ക് എത്തിച്ചതും ഈ ഉറുമ്പുകളായിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അധിനിവേശ ജീവികളിൽ സുപരിചിതനായ ആഫ്രിക്കൻ ഒച്ച് ലോകത്തെ ഏറ്റവും കുപ്രസിദ്ധമായ 100 അധിനിവേശ ജീവികളിലൊന്നാണ്. മനുഷ്യൻ കൃഷി ചെയ്യുന്ന 225-ലധികം സസ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഇവ ഫലവൃക്ഷങ്ങളായ വാഴ, പപ്പായ, ചെറുനാരകം, കൊക്കോ എന്നിവ നശിപ്പിക്കുന്നതിൽ ബിരുദന്മാരാണ്. ആഫ്രിക്കക്കാരനായ ഈ ഒച്ച് ഇന്ത്യയിൽ എത്തുന്നത് മൗറീഷ്യസ് വഴിയാണെന്നാണ് അനുമാനം. ആഫ്രിക്കൻ ഒച്ച് ഒറ്റത്തവണ തന്നെ 100 മുതൽ 200 മുട്ടകളിടുന്നു. വർഷത്തിൽ 5-6 പ്രാവശ്യമെങ്കിലും മുട്ടയിടുകയും ചെയ്യും. പകൽ ഒളിച്ചിരിക്കുന്ന ഇവ രാത്രി സജീവമാകും. തരം കിട്ടിയാൽ സ്വന്തം വർഗ്ഗക്കാരെ പോലും തിന്നാൻ ഇക്കൂട്ടർക്ക് മടിയുമില്ല. വീടിന്റെ മച്ചും കോൺക്രീറ്റും എന്ന് വേണ്ട മതിലിലെ കുമ്മായം വരെ നക്കി തുടച്ച് ഇല്ലാതാകാൻ കഴിവുള്ള ആഫ്രിക്കൻ ഒച്ചുകൾ ഇന്ന് കേരളത്തിൽ ഒരു വമ്പൻ ഭീഷണിയാണ്. ഇവയെ നിയന്ത്രിക്കുക എന്നത് വലിയ വെല്ലുവിളിയുമാണ്. നമ്മുടെ തെങ്ങിനെ ബാധിച്ചിട്ടുള്ള മണ്ടരി എന്ന ജീവി അതും ഒരു അധിനിവേശ സൂക്ഷ്മജീവിയാണ്. 1998-ലാണ് മണ്ടരി കേരളത്തിലെത്തുന്നത്. മെക്സിക്കോയിൽ നിന്നും വന്നതാണ് ഈ കിടം എന്നാണ് കരുതപ്പെടുന്നത്. ഇതൊന്ന് കേര കർഷകർക്ക് വലിയ തലവേദനയുമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തെങ്ങ് വളരുന്ന ഉഷ്ണമേഖല രാജ്യങ്ങളിലെല്ലാം ഈ അധിനിവേശ ജീവി വ്യാപിച്ചു. മച്ചിങ്ങ ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് മണ്ടരി അതിനെ ആക്രമിക്കുന്നത്. ഇതിന്റെ ഫലമായി കൊപ്രയിൽ 30 മുതൽ 40% വരെ കുറവ് മണ്ടരിവാദം മൂലം ഉണ്ടാകുന്നുണ്ട്. ചകിരി വ്യവസായത്തിലും ഇത് 50% നഷ്ടം വരുത്തിയിട്ടുണ്ട്. ഒരു വർഷം കേരളത്തിൽ ഏകദേശം 200 മുതൽ 250 കോടി രൂപയുടെ നഷ്ടം കേര കർഷകർക്ക് ഉണ്ടാക്കാൻ ഈ കുഞ്ഞൻ ജീവി കാരണമായി എന്നും പഠനങ്ങൾ പറയുന്നു. നമ്മുടെ പല ഉൾനാടൻ ജലസ്രോതസ്സുകളിലും കാണപ്പെടുന്ന പ്രത്യേകിച്ചും അരുവികൾ, തോടുകൾ, അതുപോലെ തന്നെ പാടശേഖരങ്ങൾ, ഇവയിലെല്ലാം കാണപ്പെടുന്ന മാനത്തുകണ്ണി എന്ന് വിളിപ്പേരുള്ള മീൻ അപ്ലോകൈലിയസ് ഡിനേറ്റസ് എന്നാണ് അതിന്റെ ശാസ്ത്രനാമം. ഈ മീനും നമ്മുടെ നാട്ടുകാരനല്ല. യഥാർത്ഥത്തിൽ
ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപായ സീഷെൽസ് ആണ് ഇവരുടെ ജന്മദേശം. അവിടെ നിന്നും 1909കളിലാണ് നമ്മുടെ നാട്ടിൽ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. മറ്റ് ജീവികളെ തിന്ന് ജീവിക്കുന്ന പ്രെഡേറ്റേഴ്സ് വർഗത്തിൽപ്പെടുന്നതാണ് ഈ മാനത്തുകണ്ണികൾ. മറ്റ് ജീവികളുടെ ലാർവകൾ, മറ്റ് മത്സ്യങ്ങളുടെ മുട്ടകൾ എന്നെല്ലാം ഇവ അതിവേഗം തിന്നു തീർക്കുന്നുണ്ട്. ഇവരുടെ എണ്ണം അനിയന്ത്രിതമായി കൂടിയാൽ അത് നാടൻ ജീവികളുടെ ആവാസത്തിന് വലിയ ഭീഷണി ഉണ്ടാക്കും. ടൈഗർ കൊതുകുകൾ, ഏഷ്യൻ ടൈഗർ മോസ്കിറ്റോ, ഏഡിസ് അബ്ലോപിക്ടസ്, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മഞ്ഞപ്പനി, വെസ്റ്റ് നൈൽ വൈറസ് തുടങ്ങി ഒട്ടേറെ രോഗങ്ങൾക്ക് കാരണമാകുന്ന വൈറസുകളെ മനുഷ്യരിലേക്ക് എത്തിക്കുന്ന ടൈഗർ കൊതുക് മനുഷ്യർക്ക് കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു അധിനിവേശ ജീവിവർഗമാണ്. കേരളവും ഈ കൊതുക് പരത്തുന്ന രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ സ്വദേശിയായ ഈ കൊതുക് 1967ലാണ് ഏഷ്യയുടെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയത്. ഇതിന്റെ അധിനിവേശത്തിന് കാലാവസ്ഥാ വ്യതിയാനവും ഒരു കാരണമായി പറയുന്നു. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന തനതായ തേനീച്ചകൾക്ക് വലിയ ഭീഷണിയാകുമെന്ന് പഠനങ്ങൾ സൂചിപ്പിച്ച യൂറോപ്യൻ തേനീച്ചയാണ് എപ്പിസ് മെല്ലിഫെറ. ഹിമാചൽ പ്രദേശിൽ 1960കളിലാണ് എപ്പിസ് മെല്ലിഫെറയെ ആദ്യമായി കണ്ടെത്തുന്നത്. ഇവിടെയുള്ള 4 ഇനം തദ്ദേശീയമായ തേനീച്ചകളുമായി ഏറെക്കുറെ സ്വഭാവത്തിലും രൂപത്തിലും സാമ്യമുള്ള ഇവയെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തേനിനായി ഇപ്പോൾ വളർത്തുന്നുമുണ്ട്. ഈ യൂറോപ്യൻ തേനീച്ചകൾ നമ്മുടെ തേനീച്ചയുടെ സൂക്ഷ്മ ആവാസ വ്യവസ്ഥകളും ആഹാര സ്ഥലങ്ങളും കൈയേറുന്നതിന് പുറമെ പൂമ്പൊടി കട്ടെടുക്കുന്നതായും പഠനങ്ങൾ പറയുന്നു. 2018 പ്രളയാനന്തരം വയനാട്ടിൽ മണ്ണിരകൾ കൂട്ടത്തോടെ ചത്തുടങ്ങിയത് വലിയ വാർത്തയായിരുന്നു. അവയെല്ലാം വിദേശീയരായ മണ്ണിരയാണെന്ന് പിന്നീട് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ബയോഡൈവേഴ്സിറ്റിക്ക് വലിയ നാശം വരുത്താൻ കഴിവുള്ള അധിനിവേശ ഇനമാണ് അതെന്ന് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടു. ലോകത്ത് ബയോഡൈവേഴ്സിറ്റിയെ, അതായത് ജൈവ വൈവിധ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശവും അധിനിവേശ ജീവികളുടെ സ്വാധീനവുമാണ്. എന്നിട്ടും ജൈവ അധിനിവേശത്തെക്കുറിച്ച് ഗൗരവമായി ക്രിയാത്മകമായി ചിന്തിച്ച് ഇടപെടാൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ചോദ്യചിഹ്നമാണ്. 2019 കേരള വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 89 തരം അധിനിവേശ സസ്യങ്ങളുണ്ട്. ഇത്തരം അധിനിവേശ സസ്യങ്ങൾ വനങ്ങളുടെ നാശത്തിന് കാരണമാകാറുമുണ്ട്. നമുക്ക് ചിരപരിചിതമായ കമ്മ്യൂണിസ്റ്റ് പച്ച ജൈവ അധിനിവേശ സസ്യത്തിന് ഒരു ഉദാഹരണമാണ്. ആഗോളതലത്തിൽ അധിനിവേശ ജീവികളുടെ പട്ടിക എടുത്താൽ അതിൽ 100 ഉൾപ്പെടുന്ന ഒരെണ്ണമാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച. മധ്യ അമേരിക്കയും വടക്കേ അമേരിക്കയും സ്വദേശമായിട്ടുള്ള ഇവർ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഓസ്ട്രേലിയയുടെയും ഭാഗങ്ങളിലേക്ക് പിന്നീട് എത്തപ്പെട്ടവയാണ്. മാത്രവുമല്ല, ഒരു പ്രദേശത്ത് ഇവ വളരെയധികം വേഗത്തിൽ വ്യാപിക്കുന്നു എന്നത് കാരണം കൊണ്ട് തന്നെ അവിടെയുള്ള തദ്ദേശ രാജ്യ മൃഗങ്ങൾക്കും അതുപോലെ സസ്യങ്ങൾക്കും ഇവർ ഭീഷണിയാവാറുണ്ട്. ഒരിക്കൽ പൂവിടുകയും അതിനുശേഷം നശിച്ചു പോവുകയും ചെയ്യുന്ന ഇവർ പെരണിയൽ പ്ലാന്റ്സ് എന്ന ഗണത്തിൽപ്പെടുന്നവയാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ നശിച്ചു പോകുമ്പോൾ ഇവരുടെ വിത്തിനെ വളരെ ദൂരത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച ഒരു പ്രദേശത്ത് വളരെ പെട്ടെന്ന് വ്യാപിക്കാനും കാരണമാകും. ഇന്ന് ഇന്ത്യ, ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, നൈജീരിയ ഇവിടങ്ങളിലെല്ലാം ഒരു ഭീഷണിയായി മാറിയിട്ടുണ്ട് ഈ സസ്യം. ലോകത്ത് അധിനിവേശ ജീവജാലങ്ങളെ കൊണ്ട് ഒരു വർഷം ഏകദേശം 14 ലക്ഷം കോടി ഡോളറിന്റെ നാശമുണ്ടാകുന്നു എന്നാണ് കണക്ക്. ഇന്ത്യയിൽ ഇത് മൊത്തം GDPയുടെ 20% വരുമത്രേ. അധിനിവേശ സസ്യങ്ങളെക്കുറിച്ചും ജന്തുക്കളെക്കുറിച്ചുമുള്ള പഠനം ഇന്ത്യയിൽ താരതമ്യേന കുറവാണ്. ആഫ്രിക്കൻ ഒച്ച്, മണ്ടരി എന്ന സൂക്ഷ്മജീവി, ചോണനുറുമ്പ്, ചെമ്പൻ ചെവിയനാമ, ചിലയിനം തേനീച്ചകൾ, കടന്നലുകൾ, മണ്ണിനകൾ, മറ്റു പ്രാണികൾ, ഇങ്ങനെ പോകും കേരളത്തിൽ കണ്ടുവരുന്ന അധിനിവേശ ജീവികൾ. 2019 സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനപ്രകാരം ആകെയുള്ള 157 അധിനിവേശ ജന്തുക്കളിൽ 58 ഇനം കരയിലും ശുദ്ധജലത്തിലും കാണപ്പെടുമ്പോൾ 99 എണ്ണം കടലിൽ കാണപ്പെടുന്നു. പല അധിനിവേശ സസ്യങ്ങളും ജന്തുക്കളും നാടൻ വെളിപ്പരോടുകൂടി ആ നാട്ടുകാരായി മാറി എന്നുള്ളതാണ് സത്യം. നിയന്ത്രണമില്ലാതെ നടക്കുന്ന അലങ്കാര സസ്യങ്ങളുടെയും അലങ്കാര ജന്തുക്കളുടെയും വാണിജ്യ കൈമാറ്റം, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം മുതലായ പല ഘടകങ്ങൾ ഇന്ന് ജൈവ അധിനിവേശത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. അധിനിവേശ ജീവജാലങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തുക, അവയെ കണ്ടെത്തുക, അവയെ നിയന്ത്രിക്കാനുള്ള പദ്ധതികൾ സമയബന്ധിതമായി ആവിഷ്കരിക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ ചെയ്യാനുള്ള കാര്യം. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത്തരം അധിനിവേശ ജീവികളെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുക, അവയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പഠിപ്പിക്കുക, അവരെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പഠിപ്പിക്കുക
എന്നുള്ളതെല്ലാം ഇവയെ തടയുന്നതിനും ഇവയുടെ അധിനിവേശം ചെറുക്കുന്നതിനും കുറയ്ക്കുന്നതിനും ഫലപ്രദമായ മാർഗങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ക്ഷണിക്കുന്നു. ഇനിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.